അങ്ങനെ കാത്തിരുന്ന നിമിഷങ്ങളായിരിക്കുന്നു. ഇതാ ബാണാസുര സാഗർ ഡാമിൻ്റെ ഷട്ടറുകൾ 10 സെൻറ്റിമീറ്റർ ഉയർത്തിയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വയനാട്ടിൽ കനത്ത മഴ പെയ്യുകയായിരുന്നു. ആ മഴയത്തൊക്കെ ഡാം ഷട്ടർ എപ്പോൾ ഉയർത്തുമെന്ന് ആകാംക്ഷയോടെ ആളുകൾ കാത്തിരുന്ന ആ നിമിഷമാണിത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഷട്ടർ ഉയർത്തിയതോടുകൂടി വെള്ളം പതിയെ താഴേക്കൊഴുകുകയാണ്. കരമാൻതോടിലേക്കാണ് വെള്ളം ഒഴുക്കുന്നത്. അതായത് സെക്കൻഡിൽ 50 ക്യൂബിക് വെള്ളം ഒഴുക്കാനുള്ള അനുമതിയാണുള്ളത്. ഇപ്പോൾ സെക്കൻഡിൽ 5 ക്യൂബിക് വെള്ളമാണ് ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വെള്ളം കൂടിക്കൂടി 50 വരെ സെക്കൻഡിൽ ഒഴുക്കാനുള്ള ഒരു ശ്രമമാണ് ഡാം അധികൃതർ നടത്തിയിട്ടുള്ളത്. ഏതായാലും വയനാട് ജില്ലയുടെ കേരളത്തിലെ തന്നെ അഭിമാനമായ ബാണാസുര സാഗർ അണക്കെട്ട്, ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആയ ബാണാസുര സാഗർ അണക്കെട്ട് ഈ സീസണിൽ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ആ കാഴ്ചയാണ്, ദൃശ്യഭംഗിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം, അതായത് മഴ കനത്ത് പെയ്താൽ മാത്രമാണ് ഈ കാഴ്ചകൾ ഇങ്ങനെ നിലനിൽക്കുകയുള്ളൂ. മഴ കുറഞ്ഞാൽ ഇതിങ്ങനെ ഷട്ടർ അടയ്ക്കും. പിന്നെ ആ മനോഹര കാഴ്ച നമുക്കുണ്ടാവില്ല. അതായത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണിയാണ് ബാണാസുര സാഗർ അണക്കെട്ട്. ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട എർത്ത് ഡാമാണിത്. മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്. 4 ഷട്ടറുകളാണുള്ളത്. അതിൽ ഒരു ഷട്ടറിൻ്റെ 10 സെൻറ്റിമീറ്ററാണ് ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും 10-20 ദിവസത്തോളം ഉയർത്തിയിരുന്നു. പക്ഷേ ജൂലൈ 30-നാണ് കഴിഞ്ഞ വർഷം ഷട്ടർ ഉയർത്തിയത്. ഇപ്രാവശ്യം ഒരു വർഷം മുമ്പേ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നു. മുമ്പ് 2018 മഹാപ്രളയകാലത്താണ് കൂടുതൽ ദിവസങ്ങൾ ഷട്ടർ ഉയർത്തി നിന്നത്. അന്ന് കൂടുതൽ വെള്ളം ഈ പുഴയിലേക്ക് ഒഴുക്കുകയും താഴെയൊക്കെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇപ്രാവശ്യം വെള്ളപ്പൊക്കത്തിന് സാധ്യതയില്ല. കാരണം നേരത്തെ നമ്മളൊരു സൈറൺ കേട്ടല്ലോ, അങ്ങനെ മുന്നറിയിപ്പുകളൊക്കെ കൊടുത്ത് മൈക്ക് അനൗൺസ്മെൻറ്റൊക്കെ നടത്തി ജില്ലാ ഭരണകൂടം അറിയിപ്പൊക്കെ നൽകി പോലീസൊക്കെ അറിയിപ്പ് കൊടുത്തതിന് ശേഷമാണ് ഡാമിൻ്റെ ഷട്ടർ തുറന്നത്.